ഹലോ നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയോ? ചെറിയ ഉള്ളി വെച്ചിട്ടൊരു ലേഹ്യം. അതെന്താ വെച്ചാൽ നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിങ് ഒക്കെ വരുമ്പോഴേ കുറേ ആൾക്കാരുടെ ഈ ഇമ്മ്യൂണിറ്റി പവറിൻ്റെ ഒരു പ്രശ്നം. കാരണം ചിലർക്ക് കഫക്കെട്ട്, ചിലർക്ക് ജലദോഷം, തലവേദന, പനി അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ചെറിയൊരു ടിപ്സാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെയ്താണ്. അപ്പോൾ ചെറിയ ഉള്ളി വെച്ചിട്ട് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ലേഹ്യം നമ്മളതൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യും. നമ്മൾ നിത്യം ഞാൻ പറഞ്ഞില്ലേ സാധാരണ പറയുന്ന മാതിരി തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമുക്ക് ബ്ലഡ് ഉണ്ടാവാനും നല്ലൊരു ലേഹ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് 1 കിലോ ചുമന്ന ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഉലുവ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വെക്കണം. അപ്പോഴാണ് നന്നായിട്ട് വെന്ത് ഇതാവുള്ളൂ. നമ്മളത് ആദ്യം വെള്ളത്തിലിട്ടെടുക്കുക. പിന്നെ നമ്മൾ ചതൂപ്പ എന്ന് പറയും, ഇവിടെ എൻസൂൺ എന്ന് പറയും, ചതൂപ്പ. പിന്നെ എള്ള്, നമ്മുടെ കറുത്ത എള്ള്. പിന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ജീരകം. ഇതെല്ലാം വേണം. പിന്നെ നമ്മളെന്താ വേണ്ടത്? ഡേറ്റ്സ്. നമ്മളൊരു 1/2 കിലോ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതേമാതിരി ആക്കി വയ്ക്കുക. പിന്നെ ഒരു ശർക്കര നമ്മളൊരു 1 കിലോൻ്റെയാണ്. നമ്മൾക്ക് 1 കിലോ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ചെടുത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഈ ചെറിയ ഉള്ളി എന്ത് കാട്ടണമെന്നറിയോ? പ്രഷർ കുക്കർ ഇട്ടിട്ട് നമുക്ക് 2 or 3 വിസിൽ കൊടുത്തിട്ട് എടുക്കാം കേട്ടോ, ചുമന്നുള്ളി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുമന്നുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിലേക്ക് ഇതിട്ടിട്ട് നമുക്ക് ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാമെന്നറിയോ? നമ്മുടെ ഉലുവ നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ വാർത്ത് എടുത്തിട്ടുണ്ട്. നമ്മളത് ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മളത് ചെയ്യണം, നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സീഡ്സുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിലിട്ടിട്ട് നല്ല മിക്സ് ചെയ്യും. നമുക്കിനി എല്ലാത്തിലേക്കും ഇടാം കേട്ടോ. നമ്മുടെ എള്ള്, ജീരകം, ചതൂപ്പ, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മളൊരു 4 പീസ് ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ചതച്ചിട്ട് നമുക്കിതിലൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മളുണ്ടോ ഈ പരുവാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം? നമ്മളൊരു കുറച്ച് നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മളെന്തായാലും വെച്ചാൽ ഒരു 1/4 കിലോൻ്റെ അടുത്ത് നെയ്യ് നമ്മളിതിലിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മളിതെന്താ വെച്ചാൽ ഇനി നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് നമ്മൾ ഈ ലേഹ്യം ഇങ്ങനെ വിട്ടു പോരണം. അതിന് ഒട്ടാൻ പാടില്ല. അതാണ് ഇതിൻ്റെ കണക്ക്. എത്രത്തോളം മുറുകുന്നോ അത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് കൂടി വരും കേട്ടോ. കണ്ടോ, നമ്മുടെ ലേഹ്യം കണ്ടില്ലേ? ആ ചട്ടിയിൽ നിന്നൊക്കെ വിട്ടു പോരാൻ തുടങ്ങി. ഇതിങ്ങനെ വിട്ടു പോരണം. എന്താണ്ടോ അടിപൊളിയായിട്ട് ഇനി നമുക്ക് ഒറ്റ ഇതുമാതിരിയായിട്ട് കിട്ടും. ചട്ടിയിൽ നിന്നൊക്കെ വിട്ടിട്ട് അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. അത് നമുക്ക് അതും കൂടി ചെയ്യാലേ. നമ്മളൊരു പാൻ എടുത്തിട്ടേ നമ്മളതിലേക്ക് കുറച്ച് കരിഞ്ജീരകം ഇടണം. കരിഞ്ജീരകം ഒരു 4 or 5 ടീസ്പൂൺ എടുത്തിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടേ അതും കൂടെ നമുക്ക് ഇതിൽ മിക്സ് ചെയ്തിട്ടെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടി ഇതിൽ മിക്സ് ചെയ്തെടുക്കാം അല്ലേ.
അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിതും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലേഖ്യത്തിലുള്ള ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നടക്കും, ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളാക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഇതെന്താ അറിയോ, നല്ല കട്ടായിട്ടുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നും ഓരോന്ന് കഴിക്കാം. ഭയങ്കര ഹെൽത്തിയാണ്, നല്ല അടിപൊളിയാണ്. എന്തായാലും ചെറിയുള്ളിയും പിന്നെ നമ്മുടെ ഈ ജീരകം ഇതൊക്കെ അല്ലേ, അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയത് സൂപ്പറാണ്, ശരീരത്തിന് നല്ലതാണ്. അല്ല, ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് നമുക്ക് കുപ്പിയിലാക്കി വയ്ക്കാം. അപ്പോൾ അതേമാതിരി ഉരുട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കുപ്പികളിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്നും ഊണ് കഴിഞ്ഞിട്ട് ഓരോ ബോളെടുത്ത് ഇങ്ങനെ കഴിച്ചാൽ മതി, സൂപ്പർ.